ഫോർമേഷൻ ഫ്രം ഗോഡ്. അതായത് ഞാൻ ഓർക്കുന്നുണ്ട് 25 വയസ്സ് വരെയുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒന്ന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത വിധം പലതരത്തിലുള്ള അരൂപികൾ അല്ലെങ്കിൽ ഒരു പൈശാചികമായ ഇടപെടലുകൾ നിരന്തരമായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്നു. എനിക്ക് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത വിധം, അതായത് ഒരു ദുസ്വപ്നമില്ലാതെ, ഒരു അശുദ്ധ സ്വപ്നമില്ലാതെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ ഓർക്കുവാണ്. അതിനുശേഷമാണ് ഞാൻ യേശുക്രിസ്തുവിലേക്ക് വന്നത്. ക്രിസ്തുവിലേക്ക് വരുന്നിട്ട് ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞിട്ട് എപ്പോഴൊക്കെ എനിക്ക് കൃപ നഷ്ടപ്പെടുന്നു അപ്പോൾ ഇതേ പ്രലോഭനങ്ങൾ വരാറുണ്ട്. ഇത്രയും ഇതേ പ്രശ്നങ്ങൾ എനിക്ക് വരാറുണ്ട്. വെറുപ്പിന്റെ മോശം സ്വപ്നങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട്. അല്ലെങ്കിൽ ആ അനുഭവങ്ങളിലേക്ക് ഞാൻ പിന്നെയും എന്നെ ആക്രമിക്കാറുണ്ട്. പക്ഷെ ഞാൻ ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ സമാധാനപരമായി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അത് വ്യക്തിക്ക് തരാൻ സാധിച്ചിട്ടില്ല. സോ എൻ്റെ ഏർലി മാരേജ് ഒക്കെ എൻ്റെ ഈ ഇത്തരത്തിലുള്ള സ്ട്രഗിൾസിന് വേണ്ടിയുള്ള എൻ്റെ ഒരു പരിഹാരം കണ്ടെത്തലായിരുന്നു. പക്ഷെ അതൊന്നും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ 25-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അറിഞ്ഞതിന് ശേഷം എനിക്ക് ഈ ദുസ്വപ്നങ്ങൾ ഇല്ലാതായി തുടങ്ങി. അതായത് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന, എന്നെ ആക്രമിച്ചുകൊണ്ടിരുന്ന പൈശാചികമായ ഇടപെടലുകളുടെ തീവ്രത കുറഞ്ഞു. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നതോടെ അതിന്റെ ശക്തി കുറഞ്ഞു വരില്ല, അല്ലെങ്കിൽ അതിനെ ആക്രമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ദൈവത്തിൽ നിന്ന് എനിക്ക് പ്രാർത്ഥനയിലൂടെ, കർത്താവിന്റെ കരുണയിലൂടെ നേടിയെടുക്കാൻ സാധിച്ചു. സോ നിങ്ങൾ ഒരു ഫോർമേഷൻ പീരീഡിലൂടെ പോകും. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് എൻറ്റയർ ഒരു ഡിഫറെന്റ് ലൈഫിലേക്കായിരിക്കും നിങ്ങൾ വരുന്നുണ്ടാവുക. അതായത് ദൈവം നിങ്ങളെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം, ദൈവത്തിന്റെ ഒരു സ്പിരിച്വൽ അവേകനം ഉണ്ടായതിനു ശേഷം ഒരു ഫോർമേഷൻ പീരീഡിലൂടെ കൊണ്ടുപോകും. ആ ഫോർമേഷൻ പീരീഡ് നിങ്ങളുടെ ജീവിതം മൊത്തം മാറും. നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു അനദർ പേഴ്സൺ ആയിട്ട് മാറും. അപ്പൊ ആ ഒരു ഫോർമേഷൻ ദൈവം നിങ്ങളെ എന്തിനുദ്ദേശിക്കുന്നു, എന്താണ് നിങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്, അതുമായിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളെ ഫോർം ചെയ്യാം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിലേക്ക് വന്ന ഒരു വ്യക്തി പുതിയ സൃഷ്ടിയാണ്, പുതിയ വ്യക്തിയാണ്. അപ്പൊ നിങ്ങളുടെ ചില തളക്കദോഷങ്ങളും നിങ്ങളുടേതായ ചില പ്രശ്നങ്ങളും ഒന്നും നിങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരണം. ക്രിസ്തു നിങ്ങളെ നടത്തുന്ന ഒരു ഫോർമേഷൻ. സോ ഇത്രയേ ഉള്ളൂ. സ്പിരിച്വൽ ലൈഫിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫോർമേഷൻ, ഒരു പരിശീലന കാലഘട്ടം ഉണ്ടായിരിക്കും. അത് പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു.